ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാമോ, അതാണ് നമ്മുടെ ബാംഗ്ലൂരിനടുത്തുള്ള വളരെ പോപ്പുലറായിട്ടുള്ള നന്ദി ഹിൽസ്. അപ്പോൾ നന്ദി ഹിൽസിൻ്റെ തൊട്ടടുത്ത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് താമസിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് ഹോം സ്റ്റേ. ഈ ഒരു ഹോം സ്റ്റേയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള റൂട്ടിൽ അവസാനത്തെ ഒരു 2 കിലോമീറ്റർ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ബൈക്കിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ നന്ദി ഹിൽസിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും, രാവിലെയൊക്കെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ 2 സൈഡും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു റൈഡായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ടൗണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ദൂരെ മലനിരകൾ കണ്ടു തുടങ്ങും. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മൾ നമ്മുടെ സ്റ്റേയുടെ മുമ്പിലെത്തി. അപ്പോൾ അതെ, നമുക്ക് അത് ഇൻറ്റീരിയർ ഒന്ന് കയറി കാണാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഒരു സ്മാർട്ട് TV ഉണ്ട്, പിന്നെ അതുപോലെ ഫ്രിഡ്ജ്, പിന്നെ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. കറണ്ട് പോകുമ്പോൾ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, വലിയ കാര്യത്തിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്, നമുക്ക് ചൂടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഗ്ലാസ് കാര്യങ്ങൾ, പിന്നെ ഇതുള്ളല്ലോ നാച്ചുറൽ ഫ്രിഡ്ജ്, പിന്നെ പ്യൂരിഫയർ. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. എങ്ങനെയുണ്ട്? ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫാനും AC-യും. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഹീറ്റർ ഉണ്ട്, അത്യാവശ്യം അമ്യൂണിറ്റീസ്, ബ്രഷ്, ടേസ്റ്റ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കാർ പാർക്കിംഗ് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് അവർ ഒരു ചെറിയൊരു ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു ഊഞ്ഞാൽ പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആരൊക്കെ പുറത്ത് ഇവിടെ തന്നെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ താഴെ താമസിക്കുന്നവർക്ക് ഇവിടെ പുറത്തൊക്കെ ഇരിക്കാം കേട്ടോ, കസേരയൊക്കെ ഇട്ട് പുറത്തൊക്കെ ഇരിക്കാം. അതല്ല, ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു 2 ബെഡ്റൂം ഉണ്ട്, ഇത് ആണെങ്കിൽ 1 ബെഡ്റൂമാണ് കേട്ടോ. അപ്പം മുകളിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റും. ഈവനിങ് ആകുമ്പോൾ മുകളിലൊന്ന് കയറിയൊക്കെ നോക്കാം. അപ്പം നേരെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ, ഫ്രണ്ടിലല്ല ആക്ച്വലി സൈഡിൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നേരെ കാണുന്നതാണ് നന്ദി ഹിൽസ് കേട്ടോ. ആ ഭാഗത്താണ് നന്ദി ഹിൽസ് വരുന്നത്. നന്ദി ഹിൽസിൻ്റെ ഭാഗമാണ് ഈ വലിയ മലകൾ. ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴും അങ്ങനെ തന്നെ കാണിക്കും, നമ്മുടെ നേരെ സൈഡിലായിട്ട് നന്ദി ഹിൽസാണ്. അപ്പം അങ്ങോട്ട് പോകേണ്ടത് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് കയറണം. ഞാൻ പോയിട്ടില്ല നന്ദി ഹിൽസിൽ ഇതുവരെ. നമുക്ക് എന്തായാലും ഒരു തണുപ്പുള്ള സമയത്ത് പോകണം. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്, ബാംഗ്ലൂരായാലും. ഇവിടെ ഈ ഭാഗത്താണെങ്കിൽ, ഈ ഭാഗത്ത് പിന്നെ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നല്ല വ്യത്യാസമുണ്ട് ആക്ച്വലി. കുറച്ചുകൂടെ ഒരു തണുത്ത ക്ലൈമറ്റാണ്. എന്നാലും എനിക്ക് തോന്നുന്നൊരു മെയ് ലാസ്റ്റൊക്കെ കഴിഞ്ഞ് ജൂൺ തൊട്ട് പിന്നെ അങ്ങോട്ട് നല്ല ക്ലൈമറ്റ് ആയിരിക്കണം. ഇതോ ആ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി കേട്ടോ. അവിടെ നിന്ന് ചെറിയ റോഡുണ്ട്, അതിങ്ങോട്ട് നടന്നു. ഇവിടെ വേറെ അങ്ങനെ ബിൽഡിങ്ങൊന്നും ആയിട്ടില്ല, എല്ലാം പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അത് കണ്ടോ, അവിടെ ഒരു മയിൽ നിൽപ്പുണ്ട്, അതും പീലി വിടർത്തി കണ്ടോ. തൊട്ടപ്പുറത്തൊക്കെ കുറേ പെൺമയിൽ നിൽപ്പുണ്ട്, അതുകൊണ്ടായിരിക്കണം അത് പീലി വിടർത്തി നിൽപ്പുണ്ട്. നല്ലൊരു കാഴ്ച. ഈ ഭാഗത്തോട്ടേക്ക് വന്നപ്പോഴേ ഭയങ്കര ചീവീടിൻ്റെ സൗണ്ട്, പക്ഷേ എന്നാൽ ചീവീടിനെ കാണാനുമില്ല. പക്ഷേ എനിക്കൊന്ന് എല്ലാ മരങ്ങളിലും ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ട്. നമ്മൾ ആക്ച്വലി ഇവിടെ ചെക്ക് ഇൻ ചെയ്ത സമയത്തും നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഭയങ്കര ചീവീടിൻ്റെ സൗണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ അത്ര ഇല്ല. പക്ഷേ ഈ ഭാഗത്തോട്ട് നടന്നു വന്നപ്പോൾ ഇഷ്ടംപോലെ ചീവീട് നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. മൂന്നാർ, വാഗമണ്ണൊക്കെ പോകുമ്പോഴേ രാത്രി ഇങ്ങനെ പല എസ്റ്റേറ്റുകളിലൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്തൊക്കെ എന്തോ കൃഷിപ്പാടങ്ങളൊക്കെയാണ്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ നെറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുണ്ട് കണ്ടോ, അങ്ങ് ദൂരത്തോട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കെയർ ടേക്കർ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ചോദിച്ചു നോക്കായിരുന്നു. ഇതൊരു കെയർ ടേക്കറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തോട്ട് തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു ചെറിയ ടൗണൊക്കെ ഉണ്ട്, അവിടെ പെട്രോൾ പമ്പും ATM-ഉം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ താമസിക്കുന്നത് ഇത്തിരി ഉള്ളിലോട്ടാണെങ്കിലും ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ടൗണൊക്കെ ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അതേപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്വിഗ്ഗിയും ഇവിടെ അവൈലബിൾ ആണ്, ഞാൻ നോക്കിയായിരുന്നു. ഇതിൻ്റെ ടെറസിൻ്റെ ഭാഗത്ത് ഒന്ന് പോയി നോക്കാം. ഇവിടെ മുകളിലാണ് ഒരു 2 ബെഡ്റൂം സ്റ്റേ ഉള്ളത്, മുകളിലത്തെ നിലയിൽ. പക്ഷേ നമുക്ക് അങ്ങോട്ട് പറ്റില്ല, എന്തായാലും റൂഫ് ടോപ്പിലൊന്ന് പോയി നോക്കാം.
ഇതാണ് രണ്ടാമത്തെ നിലയിൽ, അതായത് 2 ബെഡ്റൂം സ്റ്റേ. എന്തായാലും അവിടെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ഗസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കയറി കാണാം. അതേ അവിടെ ഒരു മയിൽ നിൽക്കുന്നുണ്ടോ, അതാണ് നേരത്തെ പീലി വിടർത്തിയത്. അവിടെ മുകളിൽ റൂഫ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് കേട്ടോ. കൊള്ളാം, ഈ സെറ്റപ്പ് കൊള്ളാം. വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. ഒരു സൺസെറ്റും കൂടെ കിട്ടിയാൽ അടിപൊളി. ബിൽഡിങ്ങുകളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇവിടെ ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുകയാണ്. മുകളിലൊരു വാഷിംഗ് ബേസിനൊക്കെ ഉണ്ട്. കൊള്ളാം. അടുത്തൊക്കെ ഇങ്ങനെ മലനിരകളാണ്. അത് തന്നെ ആ ഭാഗത്ത് തന്നെയാണ് നന്ദി ഹിൽസ് വരുന്നത്. കുറച്ചുകൂടെ തണുപ്പുള്ള സമയത്തൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. രാവിലെ സൺറൈസും കാണാം. അവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാണ്. കാരണം ബാംഗ്ലൂരിലും ഇപ്പോൾ നല്ല ചൂടൊക്കെയാണ്. ചില ദിവസങ്ങളിൽ 35 ഡിഗ്രിയൊക്കെയാണ്. അതുകൊണ്ട് എന്തായാലും ഒന്ന് കുറച്ച് ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചാനലിലൊരു വീഡിയോയും കൂടെ ആവും. കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്. ഇതിന് തൊട്ടടുത്തായിട്ട്, അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇതിന് തൊട്ടടുത്തായിട്ട് കുറച്ച് ഗ്രേപ്പ് ഫാംസ് ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. എനിക്കത് ഇവിടെ നിന്നിട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ ഇതിന് തൊട്ടപ്പുറത്തൊക്കെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രേപ്സ് പോലെ മുകളിലോട്ട് വളർത്തിയിട്ടില്ല. അപ്പോൾ എന്തോ വേറെന്തോ. അത് അപ്പുറത്തൊരു കുതിര ഫാമുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ കാണാമോ നിൽക്കുന്നത്? കുതിരയെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്കൊന്ന് നമുക്ക് പേ ചെയ്തകത്ത് പോകാൻ തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം. ആക്ച്വലി നമുക്ക് ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. കാരണം ഇത് കണ്ടോ, ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു നല്ല സെറ്റപ്പ്. ഇവിടെ ഒരു 5-6 പേരൊക്കെ ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്കിതാ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനോ ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊള്ളാം. ഈ ഒരു വലിയ റോസ് ഉണ്ടോ. അതായത് നമ്മുടെ പിന്നിലായിട്ട് ഇങ്ങനെ നന്ദി ഹിൽസിൻ്റെ ഒരു വലിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ. വന്നാലും എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എനിക്കൊന്ന് ചിലരൊക്കെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നന്ദി ഹിൽസ് മുകളിൽ കാണുക, സൺറൈസ് കാണുക, ഉടനെ തന്നെ തിരിച്ചു പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ വന്ന് നമുക്കൊന്ന് ഒരു ദിവസം വേണമെങ്കിൽ സ്റ്റേ ചെയ്തൊന്ന് വളരെ റിലാക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകാനാണെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. വൈകിട്ട് നമ്മളിവിടെ നല്ല സൺസെറ്റും കണ്ടുപിടിയിരിക്കുക കേട്ടോ. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ഇതാ അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടെന്ന്. അതായത് ഇപ്പുറത്താട്ടോ. നമ്മുടെ സ്റ്റേ ഇതിനകത്താണ്. അതോ ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ. കണ്ടോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത് അവിടെ കുതിര നിൽക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫാമൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ. ഇതാ പിക്കറ്റ് ഫെൻസ് ഫാമിലി ഫാം ആണ് ഞാൻ പറഞ്ഞ ആ ഹോഴ്സ് റൈഡിങ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇതേ ഇവിടെ കണ്ടോ. അകത്തൊക്കെ ചെറിയ ചെറിയ കുതിരകളൊക്കെ നിൽപ്പുണ്ട്. കുഞ്ഞു കുതിര, ചെറുത്. ഇത് അവിടെയാണ് സ്റ്റേ, നമ്മുടെ സ്റ്റേ. കണ്ടോ, അതോ ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ. അവിടെ നിന്ന് നമ്മൾ നടന്നിങ്ങോട്ട് വന്നു. ഇവിടെയാണ് കുതിര ഫാം ഉള്ളത്. കണ്ടോ. ആക്ച്വലി നമ്മളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. റൂമിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതേ നമ്മുടെ റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു കാഴ്ച. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അതായത് ഇതൊരു ഹണി ഫാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ നിൽക്കുന്നുണ്ടോ. പുള്ളി ആക്ച്വലി ഒരു പരസ്യം പോലെ ആ തേനീച്ചക്കൂടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ച. അപ്പോൾ എന്തായാലും ഇതാ അത് കണ്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് മുഴുവൻ തേനീച്ചക്കൂടുകളാണ്. കണ്ടോ, തേനീച്ച വളർത്തൽ കേന്ദ്രം. അപ്പോൾ ശുദ്ധമായ ഹണി വാങ്ങിക്കാം, തേൻ വാങ്ങിക്കാമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ കുറേ ഇതുണ്ടല്ലോ. നാടൻ കോഴി, അതുപോലെ പാത്താത്താറാവൊക്കെ ഉണ്ടല്ലോ. ഉണ്ടോ. അയ്യോ, മറ്റേതിൻ്റെ പേരെന്തായിരുന്നു? രാത്രി നമുക്കിതാ ഇവിടെ വന്നിരിക്കാം കേട്ടോ. നമുക്ക് അതായത് നേരെ സൈഡിൽ ആ മലനിരകൾ കാണുകയും ചെയ്യാം, ഇവിടെ വന്നിരിക്കുകയും ചെയ്യാം. രാത്രിത്തെ കലാപരിപാടികൾ നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ അടിച്ച് പൊളിക്കുകയും ചെയ്യാം. മയിലിൻ്റെ സൗണ്ട് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാമോ മയിലിൻ്റെ കരച്ചിൽ കേൾക്കാമോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേയിൽ നിന്നുള്ള പ്രഭാത കാഴ്ചകൾ കേട്ടോ. സമയം രാവിലെ 6:30 കഴിഞ്ഞു. ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ കണ്ടോ, എനിക്കൊന്ന് മഴ പെയ്തതുകൊണ്ട് രാവിലെ ചെറിയൊരു ഫോഗ് പോലെയൊക്കെ ഉണ്ട് ആ ഭാഗത്ത്, നമ്മുടെ നന്ദി ഹിൽസിൻ്റെ ഭാഗത്ത് കണ്ടോ. പിന്നെ നമ്മുടെ സൺറൈസ് അവിടെയാണ്. എന്തായാലും കാർമേഘം ഉള്ളതുകൊണ്ട് സൂര്യൻ പുറത്തോട്ട് വന്നിട്ടില്ല. അവിടെ എന്തായാലും കൊള്ളാം. രാവിലത്തെ അറ്റ്മോസ്ഫിയർ കൊള്ളാം. ചെറിയ തണുപ്പുമുണ്ട്. ഈ ഒരു തണുപ്പ് പ്രതീക്ഷയാണ് നമ്മൾ ഇന്നലെ എത്തിയത്. പക്ഷേ ഇന്നലെ വൈകിട്ടൊക്കെ നല്ല ചൂടായിരുന്നു. കുഞ്ഞ് സ്റ്റേയുടെ
പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ഒരു കാര്യം ചെയ്യാം, നെഗറ്റീവ് നിന്ന് തുടങ്ങാം. എനിക്കൊന്ന് ആകെ ഒരു നെഗറ്റീവ് തോന്നാൻ സാധ്യത ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അത് ചിലർക്കൊരു നെഗറ്റീവായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും കൊടുക്കായിരുന്നു. മിക്ക ഹോം സ്റ്റേസും അങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് പറയാം. നമുക്കായത് 2900 ഞാൻ ഗോയ് ബിബോയിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിലൊരു ഓഫർ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ നോക്കിയപ്പോൾ അതിൽ കുറച്ചുകൂടെ കൂടുതലായിരുന്നു. ഞാൻ സാധാരണ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്യാറ്, പക്ഷേ ഇപ്രാവശ്യം ഗോയ് ബിബോയിൽ നോക്കിയപ്പോൾ അതിൽ കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാ ആപ്പുകളും നോക്കുക. പിന്നെ നേരിട്ട് വിളിച്ച് നോക്കാനായിട്ട് ഇതിനകത്ത് ഗൂഗിളിലോ ഒന്നും നമ്പർ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്കൊന്നു ഇതേപോലെ ബുക്കിംഗ് ആപ്പുകളിൽ മാത്രമേ ഉള്ളൂ, എയർബിഎൻബിയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചേക്കാം. താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പം വളരെ റിമോട്ടായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ചുറ്റും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ പീസ്ഫുള്ളായിട്ട് വന്ന് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ചിലരിതാ നന്ദി ഹിൽസ് സൺറൈസ് കാണാനായിട്ട് പോകുന്നുണ്ട് രാവിലെ തന്നെ. അപ്പോൾ പിന്നെ ഇന്നിന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ പിന്നിലാണ് സൺറൈസ്. ഇപ്പോൾ ആക്ച്വലി കാർമേഘമൊക്കെ ഉള്ളതുകൊണ്ട് സൂര്യൻ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.